പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗണിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് പോയിന്റുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് വുമൻസ് ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ്. കേഡൻ കാർട്ടർ, കാൻഡന ചാൻസ് തുടങ്ങിയ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കബൂക്കി വാരിയേഴ്സ് പുതിയ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാർ ആയിരിക്കുന്നു. ഡാമേജ് കൺട്രോൾ എന്ന ഫാക്ഷനിലെ കബൂക്കി വാരിയേഴ്സ് എന്ന ആസ്ക, കൈരീസൻ തുടങ്ങിയവരുടെ ടീമാണ് കേഡൻ കാർട്ടർ, കാൻഡന ചാൻസ് തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു മത്സരം കൺഫേം ചെയ്തപ്പോൾ തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കബൂക്കി വാരിയേഴ്സ് വിജയിക്കാൻ സാധ്യത കൂടുതലാണെന്നുള്ളത്. എന്തായാലും കബൂക്കി വാരിയേഴ്സിൻ്റെ കൈവശം ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വന്നത് ആ ഒരു ടാഗ് ടീം ടൈറ്റിലിന് കുറച്ച് പ്രസക്തി കൊടുക്കുന്നുണ്ട്. ഇനി ആരാണ് കബൂക്കി വാരിയേഴ്സിനെതിരെ വരാൻ പോകുന്ന ചലഞ്ചർ എന്നുള്ളത് വളരെ സർപ്രൈസ് ആയിരിക്കും. ആ ഒരു ചലഞ്ചേഴ്സ് ഇവരെക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന റെസ്ലേഴ്സ് ആണെങ്കിൽ മാത്രമേ കബൂക്കി വാരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് കാർമെലോ ഹെയ്സിനെ സഹായിക്കാൻ വന്ന റെസ്ലർ ആരാണ് എന്നുള്ളതാണ്. അദ്ദേഹം NXTയിലെ ട്രിക് വില്യംസ് എന്ന റിംഗ് നെയിമിലൂടെ അറിയപ്പെടുന്ന റെസ്ലറാണ്. കാർമെലോ ഹെയ്സിൻ്റെ ടാഗ് ടീം പാർട്ണറാണ് ട്രിക് വില്യംസ്. കൂടാതെ ഇനി നടക്കാൻ പോകുന്ന NXTയുടെ വെഞ്ചനൻസ് ഡേ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിലവിലെ NXT ചാമ്പ്യനായ ഇല്യ ഡ്രാഗ്നോവിനെതിരെ ചലഞ്ച് ചെയ്യുന്ന നമ്പർ 1 കണ്ടൻഡർ കൂടിയിട്ടാണ് ട്രിക് വില്യംസ്. ട്രിക് വില്യംസിന് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നത് കാണാൻ സാധിച്ചു. മറ്റൊരു അപ്ഡേറ്റ് ആരാണ് സെലീന വെഗയെ ആക്രമിച്ച ആ ഒരു വുമൺ റെസ്ലർ എന്നുള്ളതാണ്. NXTയിൽ നിന്നുള്ള മറ്റൊരു താരമായ ഇലക്ട്ര ലോപ്പസ് ആണ് ആ ഒരു റെസ്ലർ. ഇലക്ട്ര ലോപ്പസ് ആണ് യഥാർത്ഥത്തിൽ ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഭാഗമായി NXTയിൽ ഉണ്ടായിരുന്നത്. അവർ മെയിൻ റോസ്റ്ററിലേക്ക് വന്നപ്പോഴാണ് സെലീന വെഗ ഇലക്ട്ര ലോപ്പസിന് പകരം മെയിൻ റോസ്റ്ററിൽ ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മയുടെ ഭാഗം ആയത്. ഇലക്ട്ര ലോപ്പസ് സാൻഡോസിൻ്റെ കൂടെ തിരികെ വരുമ്പോൾ ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മ എന്ന് പറയുന്ന ഫാക്ഷൻ പഴയൊരു രീതിയിലേക്ക് ഫോം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മികച്ച ഒരു ഹീൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു റെസ്ലറാണ് ഇലക്ട്ര ലോപ്പസ്. അവസാനമായി പങ്കുവെക്കാനുള്ള പോയിന്റ് റോയൽ റംബിളിലെ മത്സരത്തെ സംബന്ധിച്ചാണ്. ഫിറ്റിൽ 4-way മത്സരത്തിൻ്റെ റിസൾട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിന് ശേഷം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റാൻഡി ഓർട്ടനുള്ള വിജയ സാധ്യത വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ഇവൻറ്റിൽ LA നൈറ്റും സോളോ സിക്കോവയും തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ് കാണാൻ സാധിച്ചത്. പതിവ് പോലെ എജി സ്റ്റൈൽസ് വന്ന് LA നൈറ്റിനെ ആക്രമിക്കുന്നു. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നു. അതിനുശേഷം എജി സ്റ്റൈൽസ് LA നൈറ്റിനെ മാത്രം ആക്രമിക്കുന്നു. അപ്പോൾ ജിമ്മി ഊസോ ഒരു ചെയർ എടുത്തുകൊണ്ട് എജി സ്റ്റൈൽസിനെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് എജി സ്റ്റൈൽസ് ജിമ്മി യൂസയെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് സോളോ സിക്കോവയും നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ ആ ഒരു ചെയർ എജിക്ക് കൊടുത്തുകൊണ്ട് LA നൈറ്റിനെ നീ ആക്രമിച്ചോളൂ എന്ന് പറയുന്നു. എന്നാൽ എജി സ്റ്റൈൽസ് ആ ഒരു സമയത്ത് ജിമ്മിയെയും സോളോ സിക്കോവയെയും ആക്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് നമുക്ക് റാൻഡി ഓർട്ടൻ്റെ ഒരു വരവാണ് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടൻ പിന്നീട് എജി സ്റ്റൈൽസിനെ ആക്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിമ്മി ഊസോയെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ റാൻഡി ഓർട്ടൻ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ എല്ലാവരെയും ആർക്കിയൊക്കെ ചെയ്ത് ആക്രമിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് അവസാനം ആ ഒരു സ്മാക്ഡൗൺ എൻഡ് കാർഡ് കാണിച്ചിട്ടാണ് LA നൈറ്റിൻ്റെ BFT എന്ന് പറയുന്ന ഫിനിഷർ LA നൈറ്റ് റാൻഡി ഓർട്ടനെ ചെയ്യുന്നത്. അപ്പോൾ LA നൈറ്റ് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ LA നൈറ്റിനെ പിൻ ചെയ്തിട്ടായിരിക്കും പുതിയൊരു ചാമ്പ്യനോ അല്ലെങ്കിൽ റോമൻ റീൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനോ പോകുന്നത് എന്നുള്ളത്. എന്തായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകളെല്ലാം റോമൻ റീൻസിന് അനുകൂലമാണ്. റാൻഡി ഓർട്ടൻ വിജയിക്കാൻ തീരെ സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. റോമൻ റീൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് റോമൻ റീൻസിനെ നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ സാധിക്കാതിരുന്നത്. എജി സ്റ്റൈൽസ്, LA നൈറ്റ്, റാൻഡി ഓർട്ടൻ തുടങ്ങിയവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അത് ചലഞ്ചേഴ്സിന് കുറച്ച് മൊമെൻറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും ചാമ്പ്യൻ റിട്ടേൺ ചെയ്യുന്നതിന് ആ ഒരു ഫോർമാറ്റിലേക്ക് തന്നെയായിരിക്കും പോകുക. ഇതൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.